Hello friends, welcome to Grams Biology. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ഒരു വീഡിയോന്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ എന്താ ഡിസ്കസ് ചെയ്തത്? പാത്തോജനീസിസ് ഓഫ് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. സോ അതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതായത് സോഴ്സ് ഓഫ് ഇൻഫെക്ഷനും അതേപോലെ മോഡ് ഓഫ് ട്രാൻസ്മിഷനും ഒക്കെ. സോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാസിലറി ലോഡ്, അതേപോലെ റിസ്ക് ഫാക്ടേഴ്സ്, അതുമല്ലാതെ പിന്നെ മോഡ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ഈവൻസ്. സോ എന്താണ് ബാസിലറി ലോഡ്? നമുക്ക് അത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? It is at least 10⁴ bacilli per ml of sputum is required for an effective transmission. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എഫക്റ്റീവ് ട്രാൻസ്മിഷൻ നടക്കണമെങ്കിൽ ഒരു ml സ്പൂട്ടത്തിൽ സാധാരണയായിട്ട് ഒരു 10⁴ ബാസില്ല എങ്കിലും കുറഞ്ഞത് വേണം. ഓക്കെ, എന്താവാൻ? ഒരു എഫക്റ്റീവ് ട്രാൻസ്മിഷൻ ആവാൻ. ഓക്കെ, സോ അതാണ് ബാസിലറി ലോഡ്. സോ ഇനി അടുത്തത് റിസ്ക് ഫാക്ടേഴ്സ്. സോ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? മൂന്നായിട്ട് സാധാരണയായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ഇമ്മ്യൂണിറ്റി, ഓക്കെ, പ്രതിരോധ ശക്തി, പിന്നെ ഏജ്, മൂന്നാമത്തത് ജെൻഡർ, അത് ഫീമെയിലും ഉണ്ട് മെയിലും ഉണ്ട്, അല്ലെ? സോ ഫസ്റ്റ് ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി എങ്ങനെ? സാധാരണ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. HIV ഇൻഫെക്റ്റഡ് പേഷ്യൻസ്, അവർക്ക് എന്താണ്? CMI കുറവായിരിക്കും, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. സോ ആ കേസിൽ അവർക്ക് എന്ത് വരാനുള്ള ചാൻസസ് ഉണ്ട്? ട്യൂബർക്ലോസിസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഡയബറ്റിക്, ഷുഗർ. ഓക്കെ, ഡയബറ്റിക് പേഷ്യൻസിനും എന്താണ്? ഈ TB വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ സ്മോക്കേഴ്സ്, പുകവലിക്കുന്നവർക്കും എന്താണ്? TB വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി അടുത്തത് ഏജ്. ഏജ് എങ്ങനെയാണ് അത് റിസ്ക് ഫാക്ടർ ആകുന്നത്? സാധാരണ അറിയാം, ചൈൽഡ്ഹുഡ്, കുട്ടികൾക്ക് TB വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം അവരെ ഇമ്മ്യൂണിറ്റി അത്ര നോട്ട് വെൽ ഡെവലപ്ഡ്, അല്ലെ? ഇനി അടുത്തത് ജെൻഡർ. ജെൻഡർ ഫീമെയിലുണ്ട് മെയിലുണ്ട്. സാധാരണയായിട്ട് സ്ത്രീകൾക്ക് 25 വയസ്സ് 34 വയസ്സുള്ള ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് ട്യൂബർക്ലോസിസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് റിസ്ക് ഫാക്ടേഴ്സിൽ. ഇനി നമുക്ക് അറിയേണ്ടത് സീക്വൻസ് ഓഫ് ഈവൻസ് ആണ്. സോ നമുക്ക് സീക്വൻസ് ഓഫ് ഈവൻസിൽ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഹലേഷൻ ഓഫ് ഡ്രോപ്ലെറ്റ്സ്. ഓക്കെ, ഇൻഹലേഷൻ ഓഫ് ഡ്രോപ്ലെറ്റ്സ്. രണ്ടാമത്തെ എന്താണ്? എഡഷൻ ടു ദ മാക്രോഫേജസ്. ഓക്കെ, നമ്മളെ ലങ്സിലുള്ള ആൽവിയോളിലുള്ള മാക്രോഫേജിന് പോയി ഈ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് പോയിട്ട് അറ്റാച്ച് ചെയ്യും. ഓക്കെ, എഡഷൻ ടു ദ മാക്രോഫേജ്. മൂന്നാമത്തത് എന്താണ്? ഈ മാക്രോഫേജിൽ കയറിക്കൂടിയ ബാസില്ലൈ, ട്യൂബർക്കിൾ ബാസില്ലൈ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് ഫാഗോസൈറ്റോസിസ് നടത്തുന്നുണ്ട്. ഓക്കെ, ഫാഗോസൈറ്റോസിസ് ബൈ മാക്രോഫേജ്, മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ എന്താണ്? സർവൈവൽ ഇൻസൈഡ് ദ മാക്രോഫേജ്. സോ ചില ബാസിലൈകൾക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? അത് മാക്രോഫേജിൻ്റെ ഉള്ളിൽ സർവൈവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ഓരോന്നായി ഡിസ്കസ് ചെയ്യാം. സോ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ഇൻഹലേഷൻ ഓഫ് ഡ്രോപ്ലെറ്റ്സ്, അല്ലേ? സോ എന്താണ് ഇൻഹലേഷൻ ഡ്രോപ്ലെറ്റ്സ്? സാധാരണ നമുക്കറിയാം, ഒരു TB പേഷ്യൻ്റ് ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയർ റിലീസ് ചെയ്യുന്നുണ്ട്. അയാൾ കഫ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്നീസ് ചെയ്യുമ്പോഴോ എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയസ് റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഓരോ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയസിൽ എന്തുണ്ട്? ട്യൂബർക്കിൾ ബാസിലൈ ഉണ്ട്. സോ ആ ഡ്രോപ്ലെറ്റ് റിലീസ് ചെയ്ത ഡ്രോപ്ലെറ്റ് വേറൊരാൾ ഇൻഹേൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അയാൾക്കും TB വരാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലേ? സോ ഒന്ന് നമ്മൾ ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ, ട്യൂബർക്കിൾ ബാസിലൈ ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ തന്നെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിൽ നമുക്ക് ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ട്, നാച്ചുറലായിട്ട് കിട്ടിയ ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ട്. സോ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ എന്താണ്? സീലിയറി ആക്ഷൻ ഓഫ് മ്യൂക്കോസൽ സെല്ല്. സോ സീലിയറി ആക്ഷൻ ഓഫ് മ്യൂക്കോസൽ സെല്ല്. സോ അത് ആ ഡിഫെൻസീവ് മെക്കാനിസം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഇൻഹേൽ ചെയ്ത ബാസില്ലയിൽ 90% എന്ന് എക്സ്പെൽഡ് ഔട്ട്, അത് പുറത്തേക്ക് റിലീസാവും. ഓക്കെ, ബാക്കിയുള്ള 10% ഡ്രോപ്ലെറ്റ്സിന് എന്ത് സംഭവിക്കുന്നുണ്ട്? അത് ആൽവിയോലയിൽ, ലങ്സിലുള്ള ആൽവിയോലയിൽ റീച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് എഡഷൻ ടു ദ മാക്രോഫേജ്. സോ 10% ഡ്രോപ്ലെറ്റ്സ് എവിടെ റീച്ച് ചെയ്യുന്നുണ്ട്? ആൽവിയോലയിൽ, ലങ്സിലുള്ള ആൽവിയോലയിൽ റീച്ച് ചെയ്യുന്നുണ്ട്. സോ അതിനെന്ത് സംഭവിക്കുന്നുണ്ട്? ആ ഡ്രോപ്ലെറ്റിലുള്ള ബാക്ടീരിയകൾ, മൈക്കോബാക്ടീരിയകൾ പോയി ആൽവിയോലാർ മാക്രോഫേജിനെ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൽവിയോലയിലുള്ള മാക്രോഫേജിനെ പോയിട്ട് ആര് ബൈൻഡ് ചെയ്യുന്നുണ്ട്?
ഈ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് പോയിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. സോ എങ്ങനെയാണ് അത് ബൈൻഡ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ മൈക്കോബാക്ടീരിയം പോയിട്ട് മാക്രോഫേജിനെ ബൈൻഡ് ചെയ്യുന്നത്? അതിന് ചില മെക്കാനിസം ഉണ്ട്. ഓക്കെ, നമുക്കറിയാം എന്ത് മൈക്കോബാക്ടീരിയത്തിൻ്റെ സർഫേസിൽ എന്തുണ്ട്? LAM ലാം ഉണ്ട് അല്ലേ? സോ ആ ലാം എന്തിനെ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്? മാക്രോഫേജിലുള്ള റിസപ്റ്റേഴ്സിനെ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലാം മൈക്കോബാക്ടീരിയം വിൽ ഗോ ആൻഡ് ബൈൻഡ് ടു ദ മാക്രോഫേജ്. സോ അങ്ങനെ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് സെല്ലിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. സോ അത് എങ്ങനെയാണ് ഈ ബാസിലൈ എൻ്റർ ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം. ഓക്കെ, എങ്ങനെയാണ് ഈ ബാസിലൈ മാക്രോഫേജിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യുന്നത്? അത് ആ മൈക്കോബാക്ടീരിയത്തിലുള്ള ലാമിൻ്റെ ഹെൽപ്പോടെ എന്താണ് ആ മാക്രോഫേജിൻ്റെ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്തു. അങ്ങനെ അത് മാക്രോഫേജിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്തു. ഇപ്പോൾ എവിടെയാണുള്ളത്? എവിടെയാണുള്ളത് ഈ ബാസിലൈ? മാക്രോഫേജിൻ്റെ ഉള്ളിലാണുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ്, ഫാഗോസൈറ്റോസിസ് ബൈ മാക്രോഫേജ്. സോ ഒന്ന്, ഈ ബാസിലൈ മാക്രോഫേജിൻ്റെ ഉള്ളിൽ കയറി ചെന്നാലുടൻ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ ഒരു ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതായത് ആ ഒരു ബാക്ടീരിയനെ എലിമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഡിഫെൻസീവ് മെക്കാനിസം ചെയ്യുന്നുണ്ട് അല്ലേ ഈ മാക്രോഫേജ്. ഓക്കെ, അതാണ് ഈ ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണ്. മാക്രോഫേജ് കാണിക്കുന്ന ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണ് ഈ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സർവൈവൽ ഇൻസൈഡ് ദ മാക്രോഫേജ്. സോ എന്ത് സംഭവിക്കുന്നുണ്ട്? നമുക്കറിയാം ഈ ബാസിലൈ എന്ന് പറയുന്നത് എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? മാക്രോഫേജിലാണ് അല്ലേ? ഈ മാക്രോഫേജിൻ്റെ അകത്താണുള്ളത്. ഓക്കെ, സോ നമുക്കറിയാം എന്താ മൈക്കോബാക്ടീരിയത്തിൻ്റെ സെൽ വാളിൽ ഒരു ഗ്ലൈക്കോലിപ്പിഡ് ഉണ്ട്, LAM. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാം അല്ലേ? സോ എന്താണ് ഈ ലാമിൻ്റെ ഫംഗ്ഷൻ? എന്താണ് ഈ ഗ്ലൈക്കോലിപ്പിഡിൻ്റെ ഫംഗ്ഷൻ? എന്താണ് അതിൻ്റെ റോൾ എന്ന് പറയുന്നത്? സാധാരണ ഫാഗോസോം ലൈസോസോം ഫ്യൂഷന് അത് ഡാമേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡാമേജസ് ദ ഫ്യൂഷൻ ഓഫ് ഫാഗോസോം ലൈസോസോം. ഓക്കെ, നമുക്ക് ഫാഗോസൈറ്റോസിസിനെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ആർക്കുണ്ട്? ഈ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിനുണ്ട്. സോ അത് എങ്ങനെയാണ് ഈ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ഫാഗോസൈറ്റോസിസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്, റെസിസ്റ്റ് ചെയ്യുന്നത്? ഈ LAM ഗ്ലൈക്കോലിപ്പിഡിൻ്റെ ഹെൽപ്പോടെയാണ് ആ ഫാഗോസൈറ്റോസിസിനെ അത് പ്രിവെൻറ്റ് ചെയ്യുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? സാധാരണ ഈ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന പ്രക്രിയയിൽ ഫാഗോസോം ലൈസോസോം ഫ്യൂഷനെ അത് ഡാമേജ് ചെയ്യുന്നുണ്ട്. അതുവഴി ആ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന ആ പ്രക്രിയയെ തന്നെ എന്തുണ്ടാക്കുന്നുണ്ട്? ആ ഒരു പ്രിവെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്, അവിടെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന പ്രക്രിയനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ഈ ബാക്ടീരിയകൾ ഫാഗോസൈറ്റോസിസിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഓക്കെ, ആ ഡിഫെൻസ് മെക്കാനിസത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഒന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ്? അത് ആ രക്ഷപ്പെട്ട ബാക്ടീരിയകൾ ഫാഗോസൈറ്റ് അല്ലെങ്കിൽ മാക്രോഫേജിൻ്റെ ഉള്ളിൽ അത് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അത് മൾട്ടിപ്ലൈ ചെയ്യും. ഫൈനലി എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ മാക്രോഫേജിൻ്റെ ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്ത ബാക്ടീരിയകൾ റപ്ചർ ചെയ്തിട്ട് അത് റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് റിലീസ് ചെയ്ത് അടുത്തുള്ള വേറെ സെൽസിനെ പോയിട്ട് ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയാണ് സാധാരണയായിട്ട് എന്താണ് ഈ ബാക്ടീരിയകൾ മാക്രോഫേജിൻ്റെ ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യും, അത് റിലീസ് ചെയ്യുന്നത്. ഇനി നമുക്കറിയേണ്ടത് ഹോസ്റ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ്. നമുക്കറിയണം എന്താണ്, എങ്ങനെയാണ് നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് ഹോസ്റ്റിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം എങ്ങനെ ഇതിന് എതിരായിട്ട് റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്കറിയാം ഇമ്മ്യൂൺ റെസ്പോൺസ് രണ്ട് തരത്തിലുണ്ട്. അതായത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, നമുക്ക് അതേപോലെ ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ട് അല്ലെ? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ട്, ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. സാധാരണ എന്താണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്? സെൽസ് ആണ് അവിടെ മീഡിയേറ്റ് ചെയ്യുന്നത് അല്ലെ? ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ ബോഡിയിലുള്ള B സെൽസ് എന്തുണ്ടാക്കുന്നുണ്ട്? ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുകയും അത് പ്രൊഡ്യൂസ് ചെയ്ത ആന്റിബോഡി പോയി ന്യൂട്രലൈസ് ചെയ്ത് അവിടെ എന്താണ് ആ ബാക്ടീരിയന്റെ കില്ലിങ് നടക്കുന്നുണ്ട് അല്ലെ? അതാണ് ഈ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ഈ കേസിൽ, അതായത് മൈക്കോബാക്ടീരിയത്തിന്റെ കേസിൽ എന്താണ് ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസിന് അത്ര റോളില്ല. സാധാരണ അതെന്താണ്, അത് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിന് എതിരായിട്ട് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എന്താണ്, ഒരു പ്രൊട്ടക്റ്റീവ് ആന്റിബോഡി അല്ല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ പ്രൊട്ടക്റ്റീവ് ആന്റിബോഡി. സോ ഇവിടെ എന്തിനാണ് റോൾ ഉള്ളത്? CMIക്കാണ് റോൾ ഉള്ളത്, അതായത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിക്കാണ് ഇവിടെ റോൾ ഉള്ളത്.
ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഈ CMI വർക്കാകുന്നത്. ഓക്കെ, അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ്. സോ നമുക്കറിയാം, നമ്മളെ മാക്രോഫേജിന്റെ ഉള്ളിൽ ആരുണ്ട്? മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ഉണ്ട് അല്ലെ. സോ ആ മാക്രോഫേജ് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഈ മാക്രോഫേജ് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിനെ പ്രസന്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എവിടത്തേക്കാണ് പ്രസന്റ് ചെയ്യിപ്പിക്കുന്നത്? അത് നമ്മുടെ ബോഡിയിലുള്ള വേറൊരു സെൽസിലേക്കാണ് പ്രസന്റ് ചെയ്യിപ്പിക്കുന്നത്. അത് എന്ത് സെല്ലാ? CD4 സെൽസ്. ഓക്കെ, CD4 സെൽസ്. ഓക്കെ, CD4 സെൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം, T സെൽസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. T സെൽസ് രണ്ട് തരത്തിലുണ്ട്. TH സെൽസ് ഉണ്ട്, TC സെൽസ് ഉണ്ട്. അതായത് T ഹെൽപ്പർ സെൽസ് ഉണ്ട്, സൈറ്റോടോക്സിക് T സെൽസും ഉണ്ട്. സോ T ഹെൽപ്പർ സെൽസ് എന്ന് പറയുന്നത് എന്താണ്? എന്തെല്ലാം ആവാം? CD4 സെൽസും ആവാം, CD8 സെൽസും ആവാം. സോ നമ്മളെ ഈ മാക്രോഫേജ് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിനെ എവിടത്തേക്കാണ് പ്രസന്റ് ചെയ്യിപ്പിക്കുന്നത്? അത് CD4 സെൽസിലേക്കാണ് പ്രസന്റ് ചെയ്യിപ്പിക്കുന്നത്. എന്തിന്റെ സഹായത്തോടെയാണ് അത് പ്രസന്റ് ചെയ്യിപ്പിക്കുന്നത്? ഈ മാക്രോഫേജിന്റെ സെല്ലിന്റെ പുറത്ത് ഒരു റിസപ്റ്റർ ഉണ്ട്. എന്താണ് ആ റിസപ്റ്റർ? MHC2 എന്ന് പറയുന്ന റിസപ്റ്റർ ഉണ്ട്. ആ റിസപ്റ്ററിന്റെ സഹായത്തോടെ ഈ മാക്രോഫേജ് ബാക്ടീരിയകളെ പ്രസന്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. CD4 സെൽസിലേക്ക് പ്രസന്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ CD4 സെൽസിലേക്ക് പ്രസന്റ് ചെയ്ത ശേഷം എന്താ സംഭവിക്കുന്നത്? അവിടെ അത് ആക്ടിവേറ്റ് ആവും. ആ CD4 സെല്ലിൽ ആക്ടിവേറ്റ് ആവും. ആ CD4 സെൽസ് എന്തായിട്ട് മാറുന്നുണ്ട്? രണ്ട് സെൽസ് ആയിട്ട് മാറുന്നുണ്ട്. TH1 സെൽസും TH2 സെൽസും. സോ CD4 സെൽസ് എന്ന് പറയുന്നത് എന്താണ്? അത് TH സെൽസ് ആണ്, TH സെൽസ് ആണ്, ഹെൽപ്പർ T സെൽസ് ആണ്. ഓക്കെ, സോ ഹെൽപ്പർ T സെൽസ് എന്തായിട്ട് മാറുന്നുണ്ട്? TH1 സെൽസും TH2 സെൽസും രണ്ട് സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ TH1 സെൽ എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? അത് ഇന്റർലൂക്കിൻ 2 എന്ന് പറയുന്ന സൈറ്റോകൈൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഈ CD4 സെൽസ് അല്ലെങ്കിൽ TH സെൽസ് ആക്ടിവേറ്റ് ആവും. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, TH1 സെൽസും TH2 സെൽസും. ആ TH1 സെൽസ് എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? ഇന്റർലൂക്കിൻ 2 എന്ന് പറയുന്ന ഒരു സൈറ്റോകൈൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആ സൈറ്റോകൈൻ അതിന്റെ ഫംഗ്ഷൻ എന്താണ്? അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അത് ഒരു മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ എന്ത് മെസ്സേജ് അത് കൊടുക്കുന്നത്? അത് അടുത്തുള്ള ഈ മാക്രോഫേജിന്റെ അടുത്തുള്ള വേറെ മാക്രോഫേജും അതേപോലെ മോണോസൈറ്റുകൾക്ക് അതേപോലെ ന്യൂട്രോഫിലിന് അത് മെസ്സേജ് കൊടുക്കും. ഓക്കെ, എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? അത് എന്ത് ചെയ്യും? ആ മോണോസൈറ്റും മാക്രോഫേജും ന്യൂട്രോഫിലെല്ലാം ഈ ഇൻഫെക്റ്റ് ആയ മാക്രോഫേജിന്റെ അടുത്തേക്ക് പോയിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, ഈ മോണോസൈറ്റും ഈ അടുത്തുള്ള കുറെ മാക്രോഫേജും അതേപോലെ കുറെ ന്യൂട്രോഫിലും ഈ ഇൻഫെക്റ്റ് ആയ മാക്രോഫേജിന്റെ അടുത്ത് പോയിട്ട് ബൈൻഡ് ചെയ്ത് അതൊരു എന്തായി ഒരു ഹാർഡ് ട്യൂബർക്കിൾ പോലെ അവിടെ എന്താണ് ഫോം ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് വേറൊരു സെല്ലും കൂടി ഉണ്ട്. അതായത് TH2 സെൽസ് ഞാൻ പറഞ്ഞു അല്ലെ. CD4 സെൽസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, TH1 സെൽസും TH2 സെൽസും. സോ TH2 സെൽസ് എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? ഇന്റർഫെറോൺ ഗാമ. ഓക്കെ, ഇന്റർഫെറോൺ ഗാമ എന്ന് പറയുന്ന ഒരു സൈറ്റോകൈൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിന്റെ ഫംഗ്ഷൻ എന്താണ്? അതും എന്താണ്? സാധാരണയായിട്ട് ഈ മാക്രോഫേജിന്റെ ചുറ്റും കുറെ മാക്രോഫേജസ് ഉണ്ട്, അതേപോലെ ന്യൂട്രോഫിൽസ് ഉണ്ട്, ഞാൻ പറഞ്ഞു അല്ലെ. സോ ആ മാക്രോഫേജിനെ എല്ലാം എന്ത് ചെയ്യിപ്പിക്കുന്നുണ്ട്? ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആര്? ഈ ഇന്റർഫെറോൺ ഗാമ. TH2 സെൽസ് റിലീസ് ചെയ്യുന്ന ഇന്റർഫെറോൺ ഗാമ അത് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ചുറ്റുമുള്ള മാക്രോഫേജിനെ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത ശേഷം എന്ത് സംഭവിക്കുന്നുണ്ട്? ആ ആക്ടിവേറ്റ് ചെയ്ത മാക്രോഫേജും അതേപോലെ ന്യൂട്രോഫിൽസും എന്ത് ചെയ്യുന്നു? അഗൈൻ അതൊരു സൈറ്റോകൈൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ആക്ടിവേറ്റഡ് മാക്രോഫേജും അതേപോലെ ആക്ടിവേറ്റഡ് ന്യൂട്രോഫിൽസും ഒക്കെ ഒരു സൈറ്റോകൈൻ റിലീസ് ചെയ്യുന്നുണ്ട്. എന്താണ് ആ സൈറ്റോകൈൻസ്? TNF, ട്യൂമർ നെക്രോസിസ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു സൈറ്റോകൈൻ റിലീസ് ചെയ്യുന്നുണ്ട്. ആ സൈറ്റോകൈൻ അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ആ സൈറ്റോകൈന്റെ ഫംഗ്ഷൻ എന്താണ്? ആ സൈറ്റോകൈന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ ഇൻഫെക്ട് ചെയ്ത ആ ബാക്ടീരിയ ഉള്ള മാക്രോഫേജിനെ പോയിട്ട് ലൈസ് ചെയ്യിപ്പിക്കും. അതായത് നെക്രോസിസ് ഓഫ് ദ സെല്ല്. ഓക്കെ, ഈ TNFന്റെ ഫംഗ്ഷൻ എന്താണ്? നെക്രോസിസ് ഓഫ് ദ സെല്ല്. സോ TNF എന്ന് പറയുന്ന സൈറ്റോകൈൻസ് അല്ലെങ്കിൽ ഒരു കെമിക്കൽ അത് പോയിട്ട് എന്തിനെ ഡിസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്? ഈ ഇൻഫെക്ട് ചെയ്ത സെല്ല്, ബാക്ടീരിയ സെല്ലിനെയും അതേപോലെ ആ ഇൻഫെക്ട് ചെയ്ത മാക്രോഫേജിനെയും പോയിട്ട് ലൈസ് ചെയ്യും. സോ നെക്രോസിസ് സംഭവിക്കുന്നുണ്ട് അവിടെ. ഓക്കെ, ആ കോശത്തിന്റെ നെക്രോസിസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നെക്രോസിസ് ചെയ്ത ശേഷം എന്ത് സംഭവിക്കുന്നത്? ഈ ഹാർഡ് ട്യൂബർക്കിൾ എന്തായി മാറാം? സോഫ്റ്റ് ട്യൂബർക്കിളായി മാറാം. ഓക്കെ, ഇതാണ് സാധാരണയായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ,
സോ ഞാൻ ഒന്നും കൂടി സമ്മറൈസ് ചെയ്യാം. അതായത് നമ്മളെ മാക്രോഫേജിന്റെ ഉള്ളിൽ ആരുണ്ട്? മാക്രോഫേജിന്റെ ഉള്ളിൽ മൈക്കോബാക്ടീരിയം, ട്യൂബർക്കുലോസ് ബാക്ടീരിയകളുണ്ട്. സോ ഈ ബാക്ടീരിയകളിനെ ഈ മാക്രോഫേജ് പ്രസന്റ് ചെയ്യിപ്പിക്കും. എങ്ങോട്ടാ പ്രസന്റ് ചെയ്യിപ്പിക്കുന്നത്? CD4 സെൽസിലേക്കാണ് പ്രസന്റ് ചെയ്യിപ്പിക്കുന്നത്. ആരെ സഹായത്തോടെയാണ്? MHC2 എന്ന് പറയുന്ന റിസപ്റ്ററിന്റെ സഹായത്തോടെയാണ് ഈ ബാക്ടീരിയകളെ CD4 സെൽസിലേക്ക് പ്രസന്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, CD4 സെൽസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? TH സെൽസ്. ഓക്കെ, CD4 സെൽസ് അല്ലെങ്കിൽ TH സെൽസ്. സോ ഈ TH സെൽസ് ആക്ടിവേറ്റ് ആവും. ഈ TH സെൽസ് ആക്ടിവേറ്റ് ആയ ശേഷം എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിവൈഡ് ചെയ്യും. TH1 സെൽസും TH2 സെൽസുമായിട്ട് ഡിവൈഡ് ചെയ്യും. TH1 സെൽസ് എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? ഒരു സൈറ്റോകൈൻ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിലീസ് ചെയ്യുന്നത്. അതെന്താണ്? ഇന്റർലൂക്കിൻ 2. അതേപോലെ TH2 സെൽസും ഒരു കെമിക്കൽ റിലീസ് ചെയ്യുന്നത്. അതെന്താണ്? ഇന്റർഫെറോൺ ഗാമ. സോ 2 കെമിക്കലിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്റർലൂക്കിൻ 2 അത് ഏതാണ് റിലീസ് ചെയ്യുന്നത്? TH1 സെല്ലാണ് റിലീസ് ചെയ്യുന്നത്. അടുത്ത TH2 എന്താ റിലീസ് ചെയ്യുന്നത്? ഇന്റർഫെറോൺ ഗാമ. സോ എന്താണ് ഈ ഇന്റർലൂക്കിൻ 2ന്റെ ഫംഗ്ഷൻ? അത് ഈ മെസ്സേജ് കൊടുക്കും. എന്ത് മെസ്സേജ് കൊടുക്കല്? അടുത്തുള്ള കുറെ മാക്രോഫേജിനുകൾക്കും അതേപോലെ മോണോസൈറ്റുകൾക്കും അതേപോലെ ന്യൂട്രോഫിലിനും മെസ്സേജ് കൊടുക്കും. എന്ത്? ഇതെല്ലാം പോയി മൂവ് ചെയ്യും. എങ്ങോട്ടാ മൂവ് ചെയ്യുക? ഈ മാക്രോഫേജും ന്യൂട്രോഫിലും മോണോസൈറ്റും എല്ലാം മൂവ് ചെയ്യും. എങ്ങോട്ടാ മൂവ് ചെയ്യുക? ഈ ഇൻഫെക്റ്റഡ് മാക്രോഫേജിന്റെ അടുത്ത്, അതായത് ആ ബാക്ടീരിയ ഉള്ള മാക്രോഫേജിന്റെ അടുത്തേക്ക് ഈ ബാക്കിയുള്ള അടുത്തുള്ള മാക്രോഫേജുകളും ന്യൂട്രോഫിലും എല്ലാം മോണോസൈറ്റും ഒക്കെ മൂവ് ചെയ്ത് അത് അവിടെ എന്തായിട്ട് ഫോം ചെയ്യുന്നുണ്ട്? അതൊരു ഹാർഡ് ട്യൂബർക്കിളായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെൻട്രലിൽ ആരുണ്ട്? സെൻട്രലിൽ മാക്രോഫേജും അതിന്റെ ഉള്ളിൽ ബാക്ടീരിയ ഉണ്ട്. അതിന് ചുറ്റും കുറെ മാക്രോഫേജുകളും ന്യൂട്രോഫിൽസും മോണോസൈറ്റും എല്ലാം വന്ന് എന്താണ്? ഡെപ്പോസിറ്റ് ചെയ്യും. സോ ആ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത് എന്തായി ഫോം ചെയ്യുന്നുണ്ട്? ഒരു ഹാർഡ് ട്യൂബർക്കിളായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ഒരു കെമിക്കലും കൂടി റിലീസ് ചെയ്യുന്നുണ്ട്. അത് ആരാ? TH2 സെൽസ്. ഓക്കെ, ഇന്റർഫെറോൺ ഗാമ എന്ന് പറയുന്ന കെമിക്കൽ. സോ അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ കൂട്ടിച്ചേർന്ന മാക്രോഫേജുകളും ന്യൂട്രോഫിലും മോണോസൈറ്റിനെ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യും. ആര് ആക്ടിവേറ്റ് ചെയ്യും? ഇന്റർഫെറോൺ ഗാമ എന്ന് പറയുന്ന കെമിക്കൽ. ഓക്കെ, ഇത് ആക്ടിവേറ്റ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? അത് ആക്ടിവേറ്റ് ചെയ്യും. ആ ആക്ടിവേറ്റ് ചെയ്ത മാക്രോഫേജും ന്യൂട്രോഫിലും എഗെയിൻ ഇറ്റ് വിൽ റിലീസ് സം കെമിക്കൽസ് ലൈക്ക് TNF. ഓക്കെ, ട്യൂമർ നെക്രോസിസ് ഫാക്ടർ എന്ന് പറയുന്ന സൈറ്റോകൈൻ റിലീസ് ചെയ്യും. ആ സൈറ്റോകൈന്റെ ഫംഗ്ഷൻ എന്താണ്? അത് പോയിട്ട് അവിടെയുള്ള സെല്ലിനെല്ലാം നെക്രോസിസ് സംഭവിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നെക്രോസിസ് ആ സെല്ലിനെ പോയിട്ട് നശിപ്പിക്കുന്നുണ്ട്. സോ എന്താ? ആ സെല്ലിനെ നശിപ്പിക്കുമ്പോൾ എന്തായി നശിപ്പിക്കും? ബാക്ടീരിയയിൽ കൂടി നശിപ്പിക്കപ്പെടും. ഓക്കെ, ബാക്ടീരിയയിൽ കൂടി നശിക്കപ്പെടും. അങ്ങനെ അത് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു ട്യൂബർക്കിൾ, സോഫ്റ്റ് ട്യൂബർക്കിളായിട്ട് മാറുന്നുണ്ട്. സോ അത് ആദ്യം ഒരു ഹാർഡ് ട്യൂബർക്കിളായിരുന്നു അല്ലേ? അതായത് ന്യൂട്രോഫിലും മാക്രോഫേജും മോണോസൈറ്റും എല്ലാം ചേർന്ന് ഒരു ഹാർഡ് ട്യൂബർക്കിളായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെന്തായി? സോഫ്റ്റ് ട്യൂബർക്കിളായിട്ട് മാറി. എന്തുകൊണ്ടാണ് അത് മാറിയത്? അത് ഈ TNFന്റെ ആക്ഷൻ മൂലം. സോ TNF എന്താക്കുന്നുണ്ട്? അവിടെ പോയിട്ട് അത് നെക്രോസിസ് ഓഫ് സെല്ല് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സെല്ലിന് നെക്രോസിസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ആ കോശത്തിൻ്റെ എല്ലാം നെക്രോസിസ് സംഭവിക്കുന്നുണ്ട്. അതുവഴി അത് ആ ഹാർഡ് ട്യൂബർക്കിൾ എന്തായിട്ട് മാറി? അത് സോഫ്റ്റ് ട്യൂബർക്കിളായിട്ട് മാറി.